ഗൃഹസന്ദർശന പരിപാടിയായി ബന്ധപ്പെട്ട് MA ബേബി ഭക്ഷണം കഴിച്ച ശേഷം പാത്രം കഴിയുന്ന സംബന്ധിച്ചിടത്തോളം കളിയാക്കിക്കൊണ്ടൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ധാരാളം വാർത്ത വന്നിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തവർ 1ാം ക്ലാസ് പുസ്തകത്തിന്റെ പാഠഭാഗം വായിക്കണം. ഗൃഹസന്ദർശന പരിപാടിയായി ബന്ധപ്പെട്ട് MA ബേബി ഭക്ഷണം കഴിച്ച ശേഷം പാത്രം കഴിയുന്ന സംബന്ധിച്ചിടത്തോളം കളിയാക്കിക്കൊണ്ടൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ധാരാളം വാർത്ത വന്നിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തവർ 1ാം ക്ലാസ് പുസ്തകത്തിന്റെ പാഠഭാഗം വായിക്കണം. സുപ്രീം കോടതിയുടെ വിധിയുടെ കൺക്ലൂഷൻ അവസാനത്തെ 2 കാര്യം ഞാൻ പറയാം. പിന്നെ 5 ജഡ്ജ്മെന്റ് ഡീറ്റെയിൽസിന്റെ പാരഗ്രാഫ് 5 ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകിയിട്ടുള്ള സംവരണം 2016 ഭിന്നശേഷി നിയമത്തിലെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക മാത്രമാണ് സംസ്ഥാനത്തിന് താൽപര്യമെന്നാണ് കേരള സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ കൌൺസിൽ ശ്രീ PV ദിനേശ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. ചോദ്യം ചെയ്യപ്പെട്ട ഉത്തരവ് റദ്ദാക്കുകയും മാറ്റിവെക്കുകയും ചെയ്തിരിക്കുന്നു. ഭിന്നശേഷിക്കാർക്കായി സംവരണം ചെയ്തിട്ടുള്ള ഒഴിവുകൾ ഒഴികെ ബാക്കിയുള്ള ഒഴിവുകൾ നികത്താൻ ബാധികൾക്ക് അനുവാദം നൽകുന്നു. NSSന് അനുവാദം നൽകുന്നു. ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകുമ്പോൾ നിയമനത്തിന് അർഹതയുള്ള എല്ലാ ഇൻ സർവീസ് ജീവനക്കാരുടെയും സേവനങ്ങൾ ക്രമപ്പെടുത്തുന്നതാണ്. ഭിന്നശേഷിക്കാർക്കായി സംവരണം ചെയ്തിട്ടുള്ള തസ്തികകൾ എത്രയും പെട്ടെന്ന് നികത്താൻ സമാന സാഹചര്യങ്ങളിലുള്ള മറ്റ് സൊസൈറ്റികളും നടപടി സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സുപ്രീം കോടതി പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ഇത് മിക്കവാറും ഒരു വളരെ വലിയ സമയമെടുക്കാതെ തന്നെ സുപ്രീം കോടതിയിൽ സീനിയർ ആയിട്ടുള്ള അഡ്വക്കേറ്റിനെ പോസ്റ്റ് ചെയ്തുകൊണ്ട് കേസ് നടത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ വസ്തുതകൾ ഇതായിരിക്കെ ഉദ്യോഗാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഉള്ള സമരമാർഗങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ്. അതിന് മേൽനോട്ടം വഹിക്കുന്നവർ ദയവ് ചെയ്ത് വസ്തുതകൾ മനസ്സിലാക്കണം. നമ്മുടെ മുന്നിലുള്ളത് ഭിന്നശേഷിയുടെ പ്രശ്നം നിയമവും ജില്ലാ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി വരെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമായതുകൊണ്ട് അതെല്ലാം കൂടെ കൈകാര്യം ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ഇത്രയും ആത്മാർത്ഥമായി ഗവൺമെന്റ് മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് യോഗം വിളിച്ചു കൂട്ടി കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിട്ടും വീണ്ടും ഒരു സമരത്തിലേക്ക് പോകാനും തെറ്റായ നിലയിലുള്ള പ്രചരണം നടത്തുന്നതിൽ നിന്ന് പിന്തിരിയണമെന്നാണ് എനിക്ക് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ വിനീതമായി പറയാനുള്ളത്. എന്തു തന്നെയായിരുന്നാലും NSSന് സുപ്രീം കോടതി അനുവദിക്കപ്പെട്ട ആനുകൂല്യം മറ്റ് മാനേജ്മെന്റിനും അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ഉറച്ച നിലപാടാണ് കേരള ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി എടുക്കാനും പോകുന്നു. എനിക്ക് ഈ നമ്മുടെ ഗൃഹസന്ദർശന പരിപാടിയായി ബന്ധപ്പെട്ട് MA ബേബി ഭക്ഷണം കഴിച്ച ശേഷം പാത്രം കഴിയുന്ന സംബന്ധിച്ചിടത്തോളം കളിയാക്കിക്കൊണ്ടൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ധാരാളം വാർത്ത വന്നിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തവർ 1ാം ക്ലാസ് പുസ്തകത്തിന്റെ പാഠഭാഗം വായിക്കണം. കാരണം ഇതെല്ലാം നമ്മൾ ശീലിച്ചു വരികയാണ് കുട്ടിക്കാലത്ത് തന്നെ. നമ്മൾ രാജാക്കന്മാരും പ്രഭുക്കന്മാരൊന്നും അല്ലല്ലോ പാത്രം കഴുകാതെ ഇരിക്കാൻ വേണ്ടി. ആ മനോഭാവം ഉള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടായി വരും. നമുക്ക് വീട് വൃത്തിയാക്കാം. ഞാൻ പറഞ്ഞു, ശരി, നല്ല കാര്യം. ആരാ മുറ്റമടിക്കുന്നത്? ഞാനടിക്കാം. ഞാൻ ചൂരുമായി പുറത്തേക്ക് ഓടി. ചേച്ചി വന്ന് നിലം തുടയ്ക്കാൻ തുടങ്ങി. അമ്മ ജനലിലെ പൊടി തുടച്ച് വൃത്തിയാക്കാൻ തുടങ്ങി. അപ്പോൾ ടോയ്ലറ്റോ? ചേച്ചി ചോദിച്ചു. അത് ഞാൻ തന്നെ വൃത്തിയാക്കാം. അച്ഛൻ പറഞ്ഞു. അല്പസമയത്തിനകം ജോലി തീർന്നു. ഇപ്പോൾ വീട് എന്ത് സുന്ദരം. എനിക്ക് ആനന്ദമായി. അതിന്റെ കൂട്ടത്തിൽ അച്ഛൻ മുറ്റമടിച്ചാലും അമ്മ മുറ്റമടിച്ചാലും ഏട്ടൻ മുറ്റമടിച്ചാലും ചൂല് പിണങ്ങില്ല. നന്നായി കഴുകിയാലും ഞാൻ നന്നായി കഴുകിയാലും പ്ലേറ്റ് പിണങ്ങില്ല. 1ാം ക്ലാസ്സിലെ കുട്ടികളെ കൊള്ള 1ാം ക്ലാസ് പുസ്തകത്തിലെ പാഠഭാഗമാണ്. നമ്മുടെയൊക്കെ എല്ലാവരും വീടുകളിലും കുട്ടികളിത് പഠിക്കേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ പ്രോത്സാഹനം നൽകുന്ന നിലയിലും അതിനെ ആശംസിച്ചുകൊണ്ടാണ് വരേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിച്ച പാത്രം സ്വയം കഴുകി വയ്ക്കുക എന്നത് ഒരു പുതിയ കാര്യമില്ല.
ഡൽഹിയിലെ AKG ഭവനിലായാലും തിരുവനന്തപുരത്തെ AKG സെന്ററിലായാലും അത് ഞങ്ങളുടെ രീതിയും ശീലവുമാണ്. ബേബി സാഹിബിനെ അടുത്തറിയുന്നവർക്ക് അറിയാം, അദ്ദേഹം ഒരു വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചാൽ ഇത് ചെയ്ത് പാത്രം കഴുകുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ചില തെറ്റായ ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. തുണി കഴുകൽ, പാചകം, വീട് വൃത്തിയാക്കൽ, കക്കൂസ് കഴുകൽ തുടങ്ങിയ ജോലികളെല്ലാം മോശപ്പെട്ട പണികളാണെന്നും അവയൊക്കെ സ്ത്രീകളോ അല്ലെങ്കിൽ സമൂഹത്തിലെ താഴേക്കടിയിലുള്ളവർ ചേർന്ന് ചെയ്യേണ്ടതെന്നുള്ള ഒരു രീതിയുണ്ട്. പുരുഷന്മാർ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു പഴഞ്ഞ ഫ്യൂഡൽ മാടമ്യത്തിലും ഉള്ളിൽ പേർന്നവർക്ക് ഒരാൾ സ്വന്തം പാത്രം കഴുകുമെന്ന് കാണുമ്പോൾ അസ്വസ്ഥത ഉണ്ടായേക്കാം. ഏതൊരു തൊഴിലിനും അന്തസ്സുണ്ടെന്ന് സ്വന്തം കാര്യം നോക്കുന്നത് ആത്മാഭിമാനത്തിന്റെ ഭാഗമാണെന്നും തിരിച്ചറിയാനുള്ള പക്വത ഈ കൂട്ടുകാർക്ക് ഇല്ലാതെ പോയി. എനിക്ക് ഈ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഈ ഒരു കാര്യം ഓർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യുന്നത് ഒരിക്കലും കുറച്ചിലല്ല, മറിച്ച് അതൊരു വലിയ ഗുണമാണ്. പഠനത്തോടൊപ്പം തന്നെ വീട്ടിലെ ചെറിയ ജോലികൾ ചെയ്യാനും ആൺകുട്ടികൾ പാചകവും പാത്രവും കഴുകലും അടക്കമുള്ള കാര്യങ്ങൾ ശീലിക്കുന്നതും നല്ല സംസ്കാരത്തിന്റെ ഭാഗമാണ്. തൊഴിലിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ലിംഗഭേദമില്ലാതെ എല്ലാ ജോലികളും ചെയ്യാൻ മടിയില്ലാത്ത ഒരു പുതിയ തലമുറയായി നിങ്ങൾ വളർന്നു വരണം. ജീർണിച്ച ചിന്താഗതികളെ അവഗണിച്ചുകൊണ്ട് അധ്വാനത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഭക്ഷണം കഴിച്ച പാത്രം സ്വയം കഴുകുന്നത് മോശമാണെന്ന് കരുതുന്നവർക്ക് മറുപടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് 1ാം ക്ലാസ്സിലെ കുരുന്നുകൾക്ക് നൽകുന്ന പാഠപുസ്തകത്തിൽ തന്നെയുണ്ട്.